പുണ്യ റബീഇലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിവിശിഷ്ടമായൊരു ദിക്ർ നമുക്കൊന്ന് പഠിച്ചാലോ? അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ അർശിലെ നിധിയായൊരു ദിക്ർ, കൻസുൽ അർശ് എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കൻസുൽ അർശ് എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ദിക്ർ, നടക്കാത്ത ഏതാഗ്രഹവും നടത്തിത്തരുന്ന ദിക്ർ, കോടാനുകോടി രൂപ കടമുണ്ടെങ്കിലും വീട്ടിത്തരുന്ന ദിക്ർ, അത് വീടാൻ കാരണമാകുന്ന ദിക്ർ, മനസ്സിനകത്തുള്ള പ്രയാസങ്ങൾ മുഴുവൻ നീക്കിക്കളയുന്ന ദിക്ർ. അത്ഭുതമാണ് കൻസുൽ അർശ്. നമുക്കതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിയിട്ടൊന്ന് ചൊല്ലി നോക്കിയാലോ? ലൈഫ് സെറ്റാകുന്നേ. ലാ ഇലാഹ ഇല്ലല്ലയുടെ രഹസ്യമാണ് യഥാർത്ഥത്തിൽ ഈ കൻസുൽ അർശ് എന്ന് പറയുന്ന ദിക്ർ. അതെങ്ങനെ ചൊല്ലണം, എപ്പോൾ ചൊല്ലണം, ഇതൊക്കെ നമുക്ക് പഠിക്കണം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം കരുണക്കടലായ റബ്ബ് പുറത്തു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യ റബീഇലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് കടന്നു വരികയാണല്ലേ. വെള്ളിയാഴ്ച രാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും വലിയ പ്രത്യേകത എന്താ? അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സ്വലാത്തുകൾ നേരിട്ട് കാണും എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കുറച്ച് സ്വലാത്തുകളൊക്കെ ചൊല്ലി മുത്തുനബിയെ സന്തോഷിപ്പിക്കണം. എല്ലാവരും ഉണ്ടാവണം കേട്ടോ, തിരക്കുകളൊക്കെ മാറ്റിവെച്ച് പങ്കെടുക്കണം. ഏതായാലും നമുക്കിന്ന് അത്ഭുതം നിറഞ്ഞ ഒരു ദിക്ർ പഠിക്കാം ഇല്ലേ? എന്താണത്? കൻസുൽ അർശ്. യഥാർത്ഥത്തിൽ കൻസുൽ അർശ് എന്നല്ല അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് ആ ഒരു ഏടിരിപ്പുണ്ടാവും, കൻസുൽ അർശ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ എന്താ സംഗതി എന്നറിയാതെ നമ്മൾ കാർന്നവന്മാരൊക്കെ മരിച്ചു പോയപ്പോൾ അതിങ്ങനെ ഉമ്മാടെ കിതാബാണ് അല്ലെങ്കിൽ വെല്ലുമ്മാടെ കിതാബാണെന്നും പറഞ്ഞാൽ അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. എന്നാൽ അതിൻ്റെ അകത്തുള്ള ദിക്ർ അർശിലെ നിധിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാലോ, സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അത്ഭുതമാണത്. യഥാർത്ഥത്തിൽ കൻസാണ്, കൻസ്, നിധി. കൻസുൽ അർശ്, അർശിലെ നിധിയാണ് ആ മനോഹരമായ ദിക്ർ എന്ന് പറയുന്നത് അല്ലേ. മലയോളം കടമുണ്ടെങ്കിലും അതൊക്കെ വീടാൻ ഈ ദിക്ർ നിമിത്തമാണെന്നാണ്. എത്ര വലിയ പ്രയാസത്തിനിടയിൽ നിന്നും നമ്മളെ കൈ പിടിച്ചുയർത്തുന്ന അതിവിശിഷ്ടമായ ദിക്ർ അള്ളാഹു നമുക്ക് ചൊല്ലാൻ തൗഫീഖ് ചെയ്യട്ടെ. ഡെയിലി ഒരു തവണ ഒരാൾ ചൊല്ലിയാൽ മതി. ഒരു 21 ദിവസം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചൊല്ലാൻ പറ്റുമോ? ഡെയിലി ഒരു തവണ, അങ്ങനെ 21 ഡേയ്സ്, 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്താൽ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണോ അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനങ്ങ് പരിഹാരം തരും. തരുമെന്ന്. പിന്നെന്താ വേണ്ടത്? ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഈ ദിക്റിന്. അതൊക്കെ ഒന്ന് അറിഞ്ഞു ചൊല്ലിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, പ്രത്യേകിച്ച് മെൻസ്ട്രൽ പീരീഡിൽ ഹൈലുള്ള സമയത്ത് നമ്മുടെ സഹോദരിമാർക്കും ഈ ദിക്ർ ചൊല്ലാം ഇല്ലേ? ഹൈലുള്ള സമയത്ത് ഞങ്ങൾ എന്ത് ചൊല്ലൂ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. കൻസുൽ അർശ് ഒന്ന് പതിവാക്കി നോക്ക്. ലൈഫ് കളറാകുന്നത് നിങ്ങളിങ്ങനെ അനുഭവിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. പല ആളുകൾ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഈ ദിക്ർ പറഞ്ഞു കൊടുത്തതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ഒരുപാട് നിരന്തരം രോഗം വന്നിരുന്നവരുടെ പെട്ടെന്നുള്ള മാറ്റം, അതുപോലെ തന്നെ കടം കൊണ്ട് വലയുന്നവർക്കുണ്ടായ മാറ്റങ്ങൾ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിനീതന് തന്നെ അള്ളാഹു അതുപോലെ നല്ല കാര്യങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി ഒരു വീട്ടിൽ ഇതിങ്ങനെ ഡെയിലി ഒരു തവണ പതിവാക്കി വരികയാണെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് അപകടമരണം ഉണ്ടാവില്ല. ഇന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണ് വണ്ടി വന്ന് ഇടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേലോട്ട് ഇടിഞ്ഞ് വീഴുമെന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മളെത്ര സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാലും ഓപ്പോസിറ്റ് വരുന്നവൻ കൊണ്ടുവന്ന് കയറ്റിക്കഴിഞ്ഞാൽ അല്ലേ? അപ്പോൾ അപകട മരണത്തിൽ നിന്ന് കാവൽ ലഭിക്കാൻ ഈ ദിക്ർ ചൊല്ലണം. പെട്ടെന്നുള്ള മരണം, അപ്രതീക്ഷിതമായി പെടുന്നനങ്ങ് മരിക്കുക, തൗബയില്ലാതെയുള്ള മരണം, അങ്ങനെയുള്ള മരണത്തിൽ നിന്നൊക്കെ കൻസുൽ അർശ് പതിവാക്കുന്ന വീട്ടിൽ കാവൽ ലഭിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിഹ്ർ ഏൽക്കില്ല. ഡെയിലി ഈ ദിക്ർ പതിവാക്കുന്നൊരു മനുഷ്യന് സിഹ്ർ ചെയ്താൽ പോലും ഏൽക്കില്ല. അത്രമേൽ നിങ്ങൾക്ക് ഒരു ചുറ്റും ഒരു വലയമായിട്ട് കൻസുൽ അർശ് മാറും. ഈ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര വലിയ ആഗ്രഹവും നിങ്ങളുടെ മനസ്സിലുണ്ടോ, ഒന്ന് മക്കത്ത് പോകണം, മദീനത്ത് പോകണം, അല്ലെങ്കിൽ കച്ചവടത്തിലൊരു ബറക്കത്ത്, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ കടം വീടണം, ഇഖ്ലാസോടെ ഡെയിലി ഒരു തവണ നിങ്ങൾ പതിവാക്കി നോക്കിക്കോ. മഗ്‌രിബിന് ശേഷമോ ഇശാന് ശേഷമോ എപ്പോഴും നിങ്ങളുടെ സമയം അല്ലേ, നല്ല ഇഖ്ലാസോടെ എപ്പോഴാണ് നമുക്ക് ഓതാൻ പറ്റുക? അപ്പോൾ സുബ്ഹി കഴിഞ്ഞ് ഓതാൻ പറ്റിയാൽ അടിപൊളിയാണ്. അങ്ങനെ ഒന്ന് ഓതിക്കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ ദ്വാരക്ക, അതിങ്ങനെ ഓതിയിട്ട് നിങ്ങൾ ദ്വാ ചെയ്യുക, അത് മുൻനിർത്തി ദ്വാ ചെയ്യുക, അതിൻ്റെ ബറക്കത്തുകൊണ്ട് ദ്വാരക്ക. അള്ളാഹു എത്ര വലിയ ആഗ്രഹവും സാധിപ്പിച്ചു തരും. അതുപോലെ തന്നെ കണ്ണേർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, കണ്ണേർ കൊണ്ടൊരു മനുഷ്യനെ കൊല്ലാൻ പോലും പറ്റും.
ഓടി നടക്കുന്ന ഒട്ടകത്തെ ചട്ടിയിലാക്കുന്നാണ് റസൂലുള്ള പറഞ്ഞത്. കണ്ണീർ അത് തട്ടിക്കളയാൻ പറ്റും. കണ്ണീർ അപകടമാണ്. അതുകൊണ്ട് എന്ത് നല്ലത് കണ്ടാലും മാഷാ അല്ലാഹ് പറഞ്ഞ് ശീലിക്കണം കേട്ടോ. മനസ്സിലായി? മാഷാ അല്ലാഹ് പറഞ്ഞ് ശീലിക്കണം. അപ്പോൾ കണ്ണീർ തട്ടാതിരിക്കാൻ ഈ കൻസുൽ അർശ് പതിവാക്കിയാൽ മതി എന്നുള്ളതാണ്. ഇനി ജോലിയിൽ ഒരു ബറക്കത്തുമില്ല, കച്ചവടത്തിൽ ബറക്കത്തില്ല, സമാധാനമില്ല, അങ്ങനെ സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ കൻസുൽ അർശ് ഡെയിലി ഒരു തവണ ഒന്ന് പതിവാക്കി നോക്കിക്കേ. എൻ്റെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാൻ എന്നല്ല, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ആ മനോഹരമായ ഇസ്മ്, ആ ദിക്ർ, അതിങ്ങനെ അള്ളാഹിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചൊല്ലുക. ലൈഫിൽ ആ ബറക്കത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ മറ്റൊന്ന്, മരിക്കുമ്പോൾ ചിരിച്ചങ്ങോട്ട് മരിക്കാൻ പറ്റും. അയ്യവാ, നമ്മൾ ഏറ്റവും വലിയ കൊതി എന്താ? ഈമാനോടെ മരിക്കലല്ലേ, ചിരിച്ചുകൊണ്ട് മരിക്കുക. സ്വർഗമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, മുത്തുനബിയെ കാണുമ്പോൾ യാ അല്ലാഹ് എങ്ങനെ നമ്മൾ അറിയാതെ ചിരിച്ചു. അങ്ങനെ ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇങ്ങനെ മരിക്കാൻ പറ്റിയാൽ, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ആ തൗഫീക്ക് നൽകണേ തമ്പുരാൻ. എത്ര ഔലിയാക്കൾ, എത്ര മഹാന്മാർ. ഞാൻ ഔലിയാക്കളൊന്നും അല്ലാന്നേ, ഈ ഔലിയാക്കളെ അമ്പിയാക്കളെയൊക്കെ സ്നേഹിച്ച മനുഷ്യർ ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ മൗലുദും റാത്തീബും ഒക്കെ ഓതിയിരുന്ന നമ്മുടെ വല്ലുമ്മമാരൊക്കെ ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയല്ലേ മരിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഈ റാത്തീബ് ഓതുന്നവരെ കാഫിറാക്കുന്ന, മൗലിദ് ഓതുന്നവരെ മുശ്രിക്കാക്കുന്ന പുത്തൻവാദികൾ എവിടെയെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്തേ? ഈമാൻ കൽബിലില്ല, പറച്ചില് മാത്രമേ ഉള്ളൂ. നമ്മുടെ പൂർവികരായ വല്ലുമ്മമാരും വല്ലുപ്പാമാരും, ഇപ്പം എൻ്റെയൊക്കെ ഉപ്പാപ്പയും അതുപോലെ തന്നെ പിതാവും അതുപോലെ പല കുടുംബത്തിൽ നമുക്ക് പരിചയമുള്ളവർ, സുഹൃത്തുക്കളുടെ വല്ലുപ്പമാർ, അവരൊക്കെ ഈ മൗലിദും റാത്തീബും ജീവിതത്തിലൊരു ഭാഗമാക്കി കൊണ്ടുവരുന്നവരാണ്. മരിക്കാൻ നേരത്ത് സുഖമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ മരിക്കാൻ തൗഫീക്ക് കിട്ടണമെങ്കിൽ അള്ളാഹിൻ്റെ മഹത്തുക്കളെ സ്നേഹിക്കണ്ടേ? ആ തൗഫീക്ക് ഇല്ലാത്തവരായിപ്പോയി പുത്തൻവാദികൾ. അള്ളാഹു അവർക്കും ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. മറ്റൊന്ന്, മീസാനിലെ ഭാരം കൂട്ടാൻ, നന്മയ്ക്ക് ഭാരം കൂട്ടാൻ കൻസുൽ അർശ് പതിവാക്കാൻ ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ നമുക്കൊന്ന് പഠിക്കാം. ചൊല്ലിയിട്ടില്ലേ, ഇത് മുൻനിർത്തി ദുആ ചെയ്താൽ എന്തും അല്ലാഹ് തരും. ഏറ്റവും കൂടുതൽ ഇത് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ബോധ്യമാണ്. എനിക്ക് അല്ലാഹ് ഇല്ലാതെ ആരുമില്ല, എനിക്ക് അല്ലാഹ് ഇല്ലാതെ ആരുമില്ല എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം. മനസ്സിലായി? ഇലാഹായും റാസിക്കായും റബ്ബായും ആരുമില്ല, എനിക്ക് അല്ലാഹ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അല്ലാഹ് തന്നതാ അല്ലേ? അള്ളാഹു എനിക്കുള്ളൂ, എനിക്ക് വേറെ ആരുമില്ല എന്നുള്ള ബോധ്യത്തിൽ അത് ചൊല്ലുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അള്ളാഹു അതിനെ തൗഫീഖ് നൽകട്ടെ. അപ്പം നമുക്ക് കൻസുൽ അർശ് ഒരുമിച്ച് ഒന്ന് ഓതാം. പിന്നെ നമ്മുടെ താഴെ കാണുന്ന റിലീഫ് പദ്ധതിയുടെ നമ്പറിലേക്ക് പല ആളുകൾ ഹദിയ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ, അതെല്ലാം റബ്ബുൽ ആലമീൻ സ്വീകരിക്കട്ടെ. അവർക്ക് ആ ഹദിയ കൊടുക്കുന്നതിൻ്റെ ബർക്കത്തുകൊണ്ട് പടച്ചു നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ മുത്തുനബി അത് കണ്ട് സന്തോഷിക്കുകയല്ലേ. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഏതായാലും കൻസുൽ അർശ് എന്ന ആ അത്ഭുത ദിക്റൊന്ന് ചൊല്ലാം. ശരിക്കും ശ്രദ്ധിച്ചു ചൊല്ലണം കേട്ടോ. എന്നിട്ട് ജീവിതത്തിൽ ഇത് ഭാഗമാക്കി എടുക്കണം. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് സൂക്ഷിച്ച് വെക്കണം. എന്നിട്ട് ഡെയിലി നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൻസുൽ അർശ് ഒന്ന് ചൊല്ലാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഖുദ്ദൂസ്, لا إله إلا الله سبحان العزيز الجبار، لا إله إلا الله سبحان الرؤوف الرحيم، لا إله إلا الله سبحان الغفور الحليم، لا إله إلا الله سبحان الكريم الحكيم، لا إله إلا الله سبحان القوي الوفي، لا إله إلا الله سبحان اللطيف الخبير، لا إله إلا الله سبحان الصمد المعبود، لا إله إلا الله سبحان الغفور الودود، لا إله إلا الله سبحان الوكيل الكفيل، لا إله إلا الله سبحان الرقيب الحفيظ، لا إله إلا الله سبحان الدائم القائم، لا إله إلا الله سبحان المحيي المميت، لا إله إلا الله سبحان العليم العلام، لا إله إلا الله سبحان الشافي الكافي، لا إله إلا الله سبحان العظيم الباقي، لا إله إلا الله سبحان الصمد الأحد، لا إله إلا الله سبحان رب السماوات والأرض، لا إله إلا الله سبحان الخالق المخلوقات،
لا إله إلا الله سبحان من خلق الليل والنهار لا إله إلا الله سبحان الفتاح العليم لا إله إلا الله سبحان الخالق البارئ الرازق لا إله إلا الله سبحان العزيز الغني لا إله إلا الله سبحان الغفور الشكور لا إله إلا الله سبحان العظيم الأعظم لا إله إلا الله سبحان ذي الملك والملكوت لا إله إلا الله سبحان ذي العزة والعظمة لا إله إلا الله سبحان ذي الهيبة والقدرة لا إله إلا الله سبحان ذي الكبرياء والجبروت لا إله إلا الله سبحان الستار العظيم لا إله إلا الله سبحان عالم الغيب والشهادة لا إله إلا الله سبحان الحميد المجيد لا إله إلا الله سبحان الحكيم العليم لا إله إلا الله سبحان القادر الغفار لا إله إلا الله سبحان السميع العليم لا إله إلا الله سبحان من هو الرحمن الرحيم لا إله إلا الله سبحان الملك القدوس السلام لا إله إلا الله سبحان المؤمن المهيمن العلام لا إله إلا الله سبحان الجليل الجبار المتكبر لا إله إلا الله سبحان الغفار الوهاب القهار لا إله إلا الله سبحان الرزاق الفتاح العليم لا إله إلا الله سبحان القابض الباسط الرافع لا إله إلا الله سبحان المعز المذل السميع لا إله إلا الله سبحان البصير الحكم العدل لا إله إلا الله سبحان الحليم الغفور الشكور لا إله إلا الله سبحان العلي الكبير الحفيظ لا إله إلا الله سبحان المقيت الحسيب الجليل لا إله إلا الله سبحان الكريم الرقيب المجيب لا إله إلا الله سبحان الحكيم الودود لا إله إلا الله سبحان المجيد الباعث الشهيد لا إله إلا الله سبحان الحق الوكيل العلي لا إله إلا الله سبحان القوي المتين الوفي لا إله إلا الله سبحان الحميد المحصي المبدي لا إله إلا الله سبحان المعيد المحيي المميت لا إله إلا الله سبحان الواحد الحي القيوم لا إله إلا الله سبحان الماجد الواحد الأحد لا إله إلا الله سبحان الصمد القادر المقتدر لا إله إلا الله سبحان المقدم المؤخر الأول لا إله إلا الله
سبحان الآخر الظاهر الباطن لا إله إلا الله سبحان الوالي المستعان المتعالي لا إله إلا الله سبحان البر التواب المنتقم لا إله إلا الله سبحان العفو الرؤوف الرحيم لا إله إلا الله سبحان ملك الملك سبحان مالك الملك لا إله إلا الله سبحان ذي الجلال والإكرام لا إله إلا الله سبحان المقسط الجامع لا إله إلا الله سبحان الغني المغني لا إله إلا الله سبحان المعطي المانع لا إله إلا الله سبحان الضار النافع النور لا إله إلا الله سبحان الهادي البديع الباقي لا إله إلا الله سبحان الوارث الرشيد الصبور لا إله إلا الله سبحان الحكيم القديم لا إله إلا الله سبحان القادر الستار لا إله إلا الله سبحان السميع البصير لا إله إلا الله سبحان الغني العظيم لا إله إلا الله سبحان العلام السلام لا إله إلا الله سبحان الملك النصير لا إله إلا الله سبحان الغني الرحمن لا إله إلا الله سبحان القريب المجيب لا إله إلا الله سبحان الولي الحسنات لا إله إلا الله سبحان الصبور الستار لا إله إلا الله سبحان خالق النور والضياء لا إله إلا الله سبحان الغني المعجز لا إله إلا الله سبحان الفاضل الشكور لا إله إلا الله سبحان الغني القديم لا إله إلا الله سبحان ذي الجلال المبين لا إله إلا الله سبحان الخالص المخلص لا إله إلا الله سبحان الصادق الوعد لا إله إلا الله سبحان الملك الحق المبين لا إله إلا الله سبحان القوي العزيز لا إله إلا الله سبحان من لا يموت ولا يفوت أبدا لا إله إلا الله سبحان الحي القيوم الذي لا يموت لا إله إلا الله سبحان من قابل التوب شديد العقاب لا إله إلا الله سبحان القديم من كل شيء وبعد كل شيء لا إله إلا الله سبحان الخالق البارئ المصور لا إله إلا الله سبحان الفرد الصمد المدبر لا إله إلا الله سبحان من كل شيء هالك إلا وجهه لا إله إلا الله سبحان مالك يوم الدين لا إله إلا الله سبحان العلام الغيوب لا إله إلا الله
سبحان الستار العيوب لا إله إلا الله أنت غفار الذنوب لا إله إلا الله سبحان من غافر الذنوب لا إله إلا الله سبحان الغفران المستعان لا إله إلا الله سبحان الحنان المنان لا إله إلا الله سبحان رب العالمين لا إله إلا الله سبحان الباعث الوارث الوهاب لا إله إلا الله سبحان العدل المؤمن المهيمن لا إله إلا الله سبحان السلطان الباسط لا إله إلا الله سبحان الولي المحصي المبدي لا إله إلا الله سبحان الواجد الماجد التواب لا إله إلا الله سبحان المنتقم المنعم العفو لا إله إلا الله سبحان المقدم القادر المقتدر لا إله إلا الله سبحان الحبيب المقيت الحفيظ لا إله إلا الله سبحان الحافظ الناصر القاهر لا إله إلا الله سبحان الهادي البديع الباقي لا إله إلا الله سبحان القابض الرافع الخافض لا إله إلا الله سبحان النور المقسط الجامع لا إله إلا الله سبحان المانع الضار النافع لا إله إلا الله سبحان الأجود المقدم الواسع لا إله إلا الله سبحان الراحم الرحمن الستار لا إله إلا الله سبحان المالك الرحيم الغفار لا إله إلا الله سبحان الحليم الرؤوف الوهاب لا إله إلا الله سبحان الجابر الكاشف الكروب لا إله إلا الله سبحان ذي الكرم الواهب العطيات لا إله إلا الله سبحان الشديد العقاب لا إله إلا الله سبحان الغافر الذنوب والخطيئات لا إله إلا الله سبحان ذي الغفران المالك الملك لا إله إلا الله سبحان الجليل الجبار المتكبر لا إله إلا الله سبحانه وتعالى عما يشركون لا إله إلا الله سبحان السلام القدوس السبوح لا إله إلا الله سبحان رب الملائكة والروح لا إله إلا الله سبحان ذي الآلاء والنعماء لا إله إلا الله سبحان المقصود الموجود لا إله إلا الله سبحان الحق الناصر المعين لا إله إلا الله آدم صفي الله لا إله إلا الله نوح نجي الله لا إله إلا الله إبراهيم خليل الله لا إله إلا الله إسماعيل ذبيح الله لا إله إلا الله موسى كليم الله لا إله إلا الله داود خليفة الله لا إله إلا الله عيسى روح الله لا إله إلا الله
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ഖൈരി ഖൽഖിഹി വനൂരി അർശിഹി അഫ്ളലിൽ അംബിയാഇ വൽ മുർസലീൻ വഹബീബി റബ്ബിൽ ആലമീൻ ഹബീബിനാ വശഫീഇനാ വസയ്യിദിനാ വമൗലാനാ വവസീലത്തിനാ ഇലല്ലാഹ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ഒരു തവണയെങ്കിലും ഇത് ചൊല്ലാം. രാവിലെയും രാത്രിയും ഓരോ തവണ ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ വളരെ ഫലപ്രദമാണെന്ന് ഒരുപാട് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ചോദ്യം, സയ്യിദു ശുഹദാ എന്നറിയപ്പെടുന്നത് ആരാണ്? ശുഹദാക്കളുടെ നേതാവെന്ന് മുത്തുനബി വിളിച്ചത് ആരെക്കുറിച്ചാണ്? ആരെയാണ് അങ്ങനെ പ്രതിപാദിച്ചിട്ടുള്ളത്? കമൻറ്റ് ചെയ്യല്ലോ. 1000 രൂപ അർഹരിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല. നീ ഖായിബാക്കല്ലേ അല്ല. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ല. ഞങ്ങൾ ഇന്ന് പഠിച്ച ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിലെ മുഴുവൻ വിഷമങ്ങളും നീക്കണേ അല്ല, സങ്കടങ്ങൾ അകറ്റണേ അല്ല. മുത്തായ തങ്ങളുടെ റബീഇൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബിൽ മഹബ്ബത്ത് തരണേ അല്ല. കറകളെല്ലാം നീക്കി മുത്തുനബിയോട് അദമ്യമായ പ്രണയം നൽകണേ അല്ല. ജീവിതത്തിൽ വെളിച്ചം നൽകണേ അല്ല. മുത്തിൻ്റെ മൗലിദിൻ്റെ ബറക്കത്ത് കൊണ്ട് വെളിച്ചം നൽകണേ അല്ല. മക്കളെ നേർവഴിയിലാക്കണേ അല്ല. വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ല. ഞങ്ങൾ ആരെയും നീ കൈവെടിയല്ലേ റഹ്മാനെ. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. പ്രവാസികൾക്ക് ഹൈർ നൽകണേ അല്ല. പടച്ചവനെ, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ല. ഗർഭിണികളായ സഹോദരങ്ങൾക്ക് യാ അല്ലാ നല്ല സുഖപ്രസവത്തിലൂടെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ല. യാ റബ്ബന, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ല. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ല. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, വെല്ലുപ്പ, വെല്ലുമ്മ തുടങ്ങി പലരും ഖബറിലാണ്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ല. ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്ന ഞങ്ങളുടെ വെല്ലുപ്പമാരടക്കം പലരും ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. പലരും കുടുംബസമേതം ഒരുമിച്ചിരുന്ന് സദസ്സ് കാണുന്നവരാണ്. ആഫിയത്തുള്ള ദീർഘായുസ് എല്ലാവർക്കും നൽകണേ അല്ല. ഞങ്ങൾ ആരെയും നീ തഴയല്ല തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.